ഹലോ ഹായ് എല്ലാവർക്കും കനിഷ്ക വൈദ്യത്തിയിലേക്ക് വാം വെൽക്കം. ഓക്കെ, ഇന്ന് രാമായണ മാസം കർക്കിടകം 3. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു റെസിപ്പി ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഇത് പറയാമെന്ന്. അപ്പം ആക്ച്വലി ഇന്ന് രാവിലെ മുതൽ സമയമേ ഇല്ലായിരുന്നു, കുറച്ച് തിരക്കായിപ്പോയി. മെയിനായിട്ട് മഴയായിരുന്നു. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീന് കുറച്ച് കുലുക്കമൊക്കെ വന്നു, പുതിയ വാഷിംഗ് മെഷീൻ. അപ്പൊ അതെന്താ അതിന്റെ പുറകെയൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പായസം ഉണ്ട്. അത് പായസം എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേർ വരുന്ന സമയത്തൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് മീൻസ് എന്നൊക്കെ അമ്മ ഒരു അരമണിക്കൂറല്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസം. ഓക്കെ, അരി വേവുന്ന സമയം അനുസരിച്ച് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. പച്ചരി അതേപോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പായസം. അമ്മയോട് തന്നെ പറയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി അരി വേവിച്ച് വെച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കേണ്ട കാരണം അരി വേവിച്ച് വെച്ചു. അപ്പം അതെങ്ങനെയാണ് അമ്മയോട് തന്നെ ചോദിക്കാം. അപ്പം അമ്മ എളുപ്പം കാണിച്ചു തരും. അപ്പോൾ ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ 3-ാം ഭാഗം എന്താണ് ഇന്നത്തെ എന്നുള്ള അത് ഞാൻ ഓൾറെഡി അമ്മ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയോട് ചോദിച്ച് ഞാൻ എടുത്ത് വെച്ചു. അതും കൂടെ നമുക്ക് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, നമുക്ക് പായസം നോക്കിയാലോ. പോയി നോക്കാട്ടോ. ഉണ്ടാക്കത്തില്ല, വല്ല വൈകുന്നേരം വരുമ്പോ ഒരു പായസം. ആ പായസം നിനക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ? അതൊക്കെ വലിയ പാടുള്ള പണിയാണ്. പാടുള്ള പണിയൊന്നുമല്ല. കുറച്ച് പച്ചരി, അത് ഏതെങ്കിലും പച്ചരി അവിടെ ഇരിപ്പുണ്ട്, നിനക്ക് എടുത്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് പച്ചരി, ശർക്കരയും വേണം, തേങ്ങയും വേണം, ഒരു ഇച്ചിരി ഏലക്കായും നെയ്യും വേണം. ഇത്രയത്തിന്റെ കാര്യമേ ഉള്ളൂ. ആദ്യമേ പച്ചരി, ഏലക്ക, നെയ്യ്, ഇത്രയും സാധനം മതി. കുറച്ച് തേങ്ങ. ഈ പച്ചരി ആദ്യമേ നന്നായിട്ട് കഴുകി വെച്ച് വേവിച്ചെടുക്കണം. സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ആ പച്ചരി വേവിച്ചിട്ടുണ്ട്. ആ വേവിച്ചതിലിട്ട് ആവശ്യത്തിന് ശർക്കര ഇടുക. ഇത് തട്ടിക്കൂട്ടി പായസമാണേ, പറ്റിച്ചോണ്ടിരുന്നതാ പണ്ട്. പക്ഷെ ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം ശർക്കര ഇടുക. ഞാനിവിടെ ശർക്കരപ്പൊടി ആയതുകൊണ്ടാണ് ശർക്കരപ്പൊടി ഇട്ടത്. 2-3 ഏലക്ക. നമുക്ക് എത്ര മധുരം വേണം അത്രയും ശർക്കര ഇടാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര ഇതിലിപ്പോ ഇട്ടിട്ടുള്ളൂ. എന്നുവെച്ചാൽ കുറച്ച് ഇപ്പോ കറുപ്പ് ശർക്കര ആണെങ്കിൽ കുറച്ചുകൂടെ കളർ വരും. ഇതിലിപ്പോ നമ്മള് വെള്ള ശർക്കരയുടെ പൊടിയാണ് ഇതില് ചേർത്തേക്കുന്നത്. ശർക്കര പൊടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം, ഇച്ചിരി വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് വറ്റണം. ഓക്കെ, ഈ വെള്ളം വറ്റി വരുമ്പോ ഇപ്പൊ അത് ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഒരു രുചിക്ക് വേണ്ടി ഒരു പിടി തേങ്ങയും കൂടി കുറച്ച് നെയ്യിട്ട് വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് നമ്മുടെ പായസത്തിന് വെളുത്ത കളർ. മതി, ഇത്രയുള്ളൂ. ഇതിൽ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇടാം. ഇന്ന് വായിക്കേണ്ടിയിരുന്നത് സീതാ സ്വയംവരം, അഹല്യാസ്തുതി, ഭാർഗവ ഗർവശമനം. ഇത് 3-മാണ് ഇന്ന് പറയേണ്ടിയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു, പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ 3-ാം ഭാഗം ഉണ്ടാവുന്നുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.